സ്വാഗതം പ്രിയരെ, സായനായിട്ട് അരക്കടയിലേക്ക് ഹാർദമായി സ്വാഗതം. ഇന്നത്തെ ദിവസം ഉറങ്ങുന്നതിന് മുമ്പ് എന്ത് സന്ദേശങ്ങളാണ് യൂണിവേഴ്സ് നമുക്ക് ഏഞ്ചൽസിലൂടെ കൊണ്ടുവരുന്നതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്ന 3 കാർഡുകൾ എടുത്ത് നോക്കാം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ എന്താണ് പാസ്റ്റ് എന്ന് പറയുന്ന, അതായത് മുൻകാലങ്ങളിൽ എന്ത് കാര്യമാണ് നമ്മൾ ഇപ്പോഴും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഈ കാർഡ് പറയുന്നത്. ഇത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന ഒരു കാർഡാണ് വന്നിട്ടുള്ളത്. എന്താണ് ഈ കാർഡിലെ സന്ദേശം എന്ന് ചോദിച്ചാൽ, ഓപ്പൺ അപ്പ് ടു ലേൺ ദെൻ സ്പ്രെഡ് ദ നോളജ് എന്നുള്ളതാണ്. അതായത് പുതിയ കാര്യങ്ങൾ പഠിച്ച് അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ ഇതൊരു പാസ്റ്റ് ബ്ലോക്കേജ് ആയിട്ട് വരുമ്പോൾ ചില സമയത്ത് ചില കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ല, മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് ആണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു ബ്ലോക്കേജ് വരുന്നതെന്ന് പറയുന്നത്. എന്ത് ബ്ലോക്കേജാണ് നമ്മൾ നേരിടുന്നത് ചോദിച്ചപ്പോൾ അത് ക്ലെയർ വോയൻസ് എന്ന് പറയുന്ന ഇതാണ്. ക്ലെയർ വോയൻസ് എന്ന് പറഞ്ഞാൽ മുൻകൂട്ടി കാണാനുള്ളൊരു കഴിവാണ്. അത് കണ്ടറിയാൻ പറ്റും. ഒരുപാട് ഏഞ്ചൽസ് ഈ കാർഡിലുണ്ട്. എന്താണ് ഈ കാർഡിൻ്റെ സന്ദേശം എന്ന് വെച്ചാൽ, ട്രസ്റ്റ് യുവർ ഇന്നർ വിഷൻ ആൻഡ് നോയിങ് എന്നുള്ളതാണ്. അപ്പോൾ ട്രസ്റ്റ് യുവർ ഇന്നർ വിഷൻ ആൻഡ് നോയിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അന്തർധ്വനി അല്ലെങ്കിൽ ആന്തരിക ശബ്ദം കേൾക്കുക, അതിനെ വിശ്വസിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മുമ്പത്തെ കാർഡ് എഡ്യൂക്കേഷൻ എന്നായിരുന്നല്ലോ. അപ്പോൾ ഇത് ബ്ലോക്കേജ് ആയിട്ട് വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വളർന്നു വന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടിൽ ഒരിക്കലും നമ്മുടെ ഉള്ളിലുള്ള യഥാർത്ഥ ശബ്ദങ്ങൾ കേൾക്കാൻ നമുക്ക് പ്രോത്സാഹനം കിട്ടിയിട്ടില്ല. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, നമ്മൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് അവരുടെ ഇഷ്ടത്തിൽ ജീവിച്ച് ഇന്നാണ് നാം തിരിച്ചറിയുന്നത് ഏറ്റവും വലിയ ശബ്ദം നമ്മുടെ ഉള്ളിലുള്ള ശബ്ദം തന്നെയായിരുന്നു, നമ്മളെ നയിക്കാനുള്ള ശബ്ദം. ഇനിയെങ്കിലും അത് കേൾക്കണം, അത് തിരിച്ചറിയണം, അതിനനുസരിച്ച് ജീവിക്കണം എന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ചെയ്താൽ ദ സ്പിങ്സ് എന്ന് പറയുന്ന ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സ്പിങ്സിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ, കീപ്പ് യുവർ ഓൺ കൗൺസിൽ ആൻഡ് ദ സീക്രട്ട് ഓഫ് അതേഴ്സ് എന്നുള്ളതാണ്. അതായത് സൈലൻസ് കീപ്പ് ചെയ്യൂ, അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെയൊക്കെ നമ്മുടെ സീക്രട്സ് ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ താങ്കളുടെ ഉള്ളിൽ ചില സീക്രട്സ് ഉണ്ടെങ്കിൽ അത് ആരുമായിട്ട് പങ്കുവയ്ക്കാൻ പറ്റിയ സമയമല്ല എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇന്ന് തരുന്ന 3 സന്ദേശങ്ങൾ. ഇനിയെങ്കിലും ആന്തരിക ശബ്ദത്തെ വിശ്വസിക്കൂ. അതേസമയം നമ്മുടെ ഉള്ളിലുള്ള രഹസ്യങ്ങൾ ആരുമായിട്ട് പങ്കുവയ്ക്കാനുള്ള സമയമല്ല. അങ്ങനെ പങ്കുവെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഭാവിയിൽ പണി കിട്ടും. ഐ വിഷ് യു ഗുഡ് നൈറ്റ്. നമുക്ക് നാളെ രാവിലെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.